EDയെ ആക്രമിച്ച കേസിലെ പ്രതികളെ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ഊഞ്ഞാലാടുന്ന കാഴ്ച നമുക്കെല്ലാവർക്കും കാണാൻ പറ്റും. ഇന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുമ്പിൽ മരത്തിലൊരു ഊഞ്ഞാൽ കെട്ടി അവർ ഓണാഘോഷം നടത്തുകയാണ്. അവിടെ പൂക്കളം ഇട്ടിട്ടുണ്ട്, അവിടെ ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ അവിടെ വന്ന പ്രതികളാണ്, ED ആക്രമിച്ച കേസിലെ പ്രതികളാണ് ഇരുന്ന് സന്തോഷിച്ച് ഊഞ്ഞാലാടുന്നത്. അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിയമത്തെപ്പറ്റി അവബോധമില്ലാത്തവന്മാരാണ്. പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന പോലെ മറ്റ് സർക്കാർ ഓഫീസിലിരുന്ന് കാണിക്കുന്ന ഓണാഘോഷ തിമർപ്പുകളൊന്നും അവിടെ കാണിക്കാൻ പറ്റില്ല. അവിടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നവരാണ്, അവരുടെ ജോലിയാണ് അവിടെ ആഘോഷങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല. നിയമത്തിൻ്റെ വയലേഷൻ നടത്തുന്നവരെല്ലാം എപ്പോഴും കയറി ഇറങ്ങി വരുമ്പം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ ഇങ്ങനെ പോലീസ് ഇരുന്ന് ഊഞ്ഞാലാടിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നത് കണ്ടാൽ നീതി ലഭിക്കില്ല എന്ന് ജനങ്ങൾക്ക് ഉറപ്പല്ലേ? ഇത് ഇന്ന് വരെ നമ്മളെങ്ങും കണ്ടിട്ടില്ല. ഈ രീതിയിലുള്ള ഒരു പ്രഹസനം നമ്മൾ കണ്ടിട്ടില്ല. അടിയന്തരമായിട്ട് ഗവൺമെൻറ് ആഭ്യന്തര വകുപ്പ് ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഇന്ന് ഈ ഊഞ്ഞാലാടുന്ന സമയത്ത് അവിടുത്തെ ചാർജ് ഉള്ള ആൾ ആരുടെ അനുവാദത്തോടെയാണ് ഊഞ്ഞാൽ കെട്ടി അവിടെ പൊതുജനങ്ങളെ മുഴുവൻ എൻ്റർടൈൻ ചെയ്തത് എന്തിനാണ്? തൊട്ടപ്പുറത്തുള്ള കനവക്കൊന്ന് കൊട്ടാരം അങ്ങ് പോയാൽ പോരെ. പോലീസ് സ്റ്റേഷനിലെ ഉദ്ദേശം എന്താണ്, ഇൻറ്റൻഷൻ എന്താണ്? അടിയന്തരമായിട്ട് ഊഞ്ഞാൽ കെട്ടിയവരെയും അതിന് അനുവാദം കൊടുത്തവരെയും അവിടെ അതിനു വേണ്ടി സൗകര്യം ചെയ്ത് കൊടുത്തവരെയും ഓണാഘോഷമൊക്കെ അവർക്ക് സർക്കാരിൻ്റെ മറ്റ് പല സ്ഥലങ്ങളിലും പോയി നമുക്ക് ആഘോഷിക്കാം. സർക്കാർ അല്ലെങ്കിൽ വീട്ടിൽ പോയി ലീവ് എടുത്ത് ആലോചിക്കാം. അതുമല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ മറ്റു സൗകര്യങ്ങളുള്ള സ്ഥലത്തൊക്കെ പോയി ഒന്ന് ആഘോഷിച്ചിട്ട് പോരൂ. പക്ഷേ പോലീസ് സ്റ്റേഷൻ പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലും പോലീസ് സ്റ്റേഷനിലും ഒന്നും വളരെ സെൻസിറ്റീവായ ഏരിയ സ്ഥലങ്ങളാണ്. അവിടെ ഇതുപോലുള്ള തിമിർപ്പും ആട്ടഹാസവും ആഹ്ലാദവും ഒന്നും നല്ലതല്ല എന്ന് കരുതിക്കോണം. കാരണം അതുദ്ദേശിച്ചല്ല പോലീസ് സ്റ്റേഷനും ഹോസ്പിറ്റലൊക്കെ വെച്ചിരിക്കുന്നത്. ഇന്ന് ഈ ED ആക്രമിച്ച കേസിലെ പ്രതികൾ അവിടെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അവർ പ്രസൻറ്റ് വെച്ചിട്ട് പോകണം. ആ പ്രതികളെയാണ് ഊഞ്ഞാലി കയറ്റി ആട്ടിച്ചു വിട്ടത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അതെന്തായാലും അടിയന്തരമായിട്ട് ഗവൺമെൻറ് ശ്രദ്ധ ഇതിനകത്തുണ്ടാകണം. അവരെ എതിരായിട്ട് നടപടിയെടുക്കണം. അവരെ അടിയന്തരമായിട്ട് സസ്പെൻഡ് ചെയ്യണം. നടപടി മാത്രമല്ല, അവരെ സർക്കാരിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന നീതി എങ്ങനെ നടപ്പാക്കും എന്നാണ് ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആൾക്കാരെ സന്തോഷിപ്പിക്കുകയോ പിടിക്കുകയൊക്കെ വേറെ സ്ഥലങ്ങളും അതിന് സർക്കാർ ഓഫീസുകളുണ്ട്. അവിടെയൊക്കെ പോയി അവർ നടക്കട്ടെ, അതിനവിടെ അനുവാദവും കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ പോലീസ് സ്റ്റേഷനിലും ആശുപത്രികളിലും ഒന്നും ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല. അത് പാടില്ല. അവിടെ ഊഞ്ഞാൽ കെട്ടിയ ആളാണ് അത്. ആരാണ്? പോലീസുകാരുമല്ല, അവരാഘോഷിക്കുന്നതുമല്ല. അവിടുത്തെ വരുന്ന ജാമ്യത്തിൽ നിൽക്കുന്ന, ജയിലിൽ ഇത്ര നാളും കിടന്ന് ജാമ്യം കിട്ടാതെ വിഷമിച്ച ED ഉദ്യോഗസ്ഥന്മാരെ കൊല്ലാൻ ശ്രമിച്ച ആ പ്രതികളാണ് അവിടെ ഇരുന്ന് ആടുന്നത്. അത് വളരെ വൈറലായിട്ടുണ്ട്. അത് പോലീസിൻ്റെ ഇമേജിന് കളങ്കം ചാർത്തിക്കഴിഞ്ഞു, അതിന് യാതൊരു സംശയമില്ല. അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാരെ അടിയന്തരമായിട്ട് സസ്പെൻഡ് ചെയ്യണം. അവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണറുണ്ട്, അവിടുത്തെ SHO ഉണ്ട്. ഇവർ രണ്ടുപേരും അതിന് സമാധാനം പറഞ്ഞു വെക്കുള്ളൂ. അതുകൊണ്ട് പോലീസും DGPയും അതുപോലെ ആഭ്യന്തര സെക്രട്ടറിയും ആഭ്യന്തര വകുപ്പും ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരും അടിയന്തരമായിട്ട് ഇത് ശ്രദ്ധിക്കണം. ഇതിന് എന്താണ് നടപടി എന്ന് വെച്ചാൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഒരു സർക്കാരിൻ്റെ ഇമേജ് നിലനിർത്താൻ കഴിയുള്ളൂ.